ാണ് ഇവിടെ മാതൃസമിതിന്റെ കൺവീനർ എന്ന് പറഞ്ഞു. അതെ. എന്താണ് പെരുമൺപുര ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ രീതികൾ എന്തൊക്കെയാണ്? നിങ്ങൾ എങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു? എങ്ങനെയാണ് മാതൃസമിതിയിൽ ആളുകളൊക്കെ കൂടുന്നതും അവരുടെ സഹകരണങ്ങളും ഒക്കെ എങ്ങനെ ഇത് നടത്തിച്ചു കൊണ്ടുപോകാൻ? സ്ഥിരമായി ഇവിടെ മാതൃസമിതിന്റെ കൺവീനറാണ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃസമിതിൻ്റെ കൺവീനർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നതും അവരെന്താണ് ക്ഷേത്രത്തിന് വേണ്ടി സഹകരിക്കുന്നത് ഒന്ന് വിശദമാക്കി വിശദീകരിക്കാം. പിന്നെ ഞാൻ കുട്ടിയാകുമ്പം തൊട്ട് ചെറിയ കുട്ടിയാകുമ്പം തൊട്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ എല്ലാ ഇതിനും അമ്പലത്തിൽ വരുന്ന ആളാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗവും റോഡൊന്നുമില്ല, ചെറിയ ഇടവഴിയായിരുന്നു. അന്ന് എൻ്റെ അമ്മയൊക്കെയാണ് ഇതിലേക്ക് സപ്താഹം ഉണ്ടാകുമ്പോൾ എല്ലാത്തിലും പങ്കെടുക്കാനൊക്കെ വന്നിരുന്നത്. അത് കഴിഞ്ഞ് അമ്മേൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്പലത്തിലേക്കൊക്കെ വരാൻ തുടങ്ങി. പിന്നെ എന്താ പറയുക, കുറേശ്ശെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം അമ്പലം ഓരോ വർഷം ചെല്ലുന്തോറും പുരോഗതിയിലേക്ക് എത്തുകയാണ്. ഓരോ നല്ല നല്ല കാര്യങ്ങളും അഗ്രശാലയൊന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഈ കമ്മിറ്റിയൊക്കെ ഏറ്റെടുത്തതിന് ശേഷമാണ് അഗ്രശാലയൊക്കെ എല്ലാം കൊണ്ടും കുളത്തിൻ്റെതായാലും, കുളമൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊരു വലിയ കുളമാണെങ്കിൽ പോലും ഒന്നും അത്ര സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുണ്ട്. ഇനി ഇതാ കമ്മിറ്റിക്കാരൊക്കെ ഏറ്റെടുത്ത് എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. മാതൃസമിതിക്കാർ അവരെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഉത്സവം 1-ാം തീയതി കൊടിയേറുകയാണെങ്കിൽ പോലും ഞങ്ങളൊരു മാസം തന്നെയായി അമ്പലത്തിൽ ഓരോ ഇതിലേക്ക് വരുന്നത്. ഞങ്ങളെ വീട്ടിലുള്ളൊരു ആഘോഷമാണ്. പിന്നെ എല്ലാ വീടുകളിൽ പോയിട്ടും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്, ബ്രോഷർ കൊടുക്കുന്നുണ്ട്. പിന്നെ സപ്താഹത്തിനാണെങ്കിലും അതേപോലെ തന്നെ മാതൃസമിതിക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലുള്ള അംഗങ്ങളും ഞങ്ങൾ മാതൃസമിതിയിലെ അംഗങ്ങളാണ്. എല്ലാ സഹായങ്ങളും അമ്പലത്തിലേക്ക് അവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അവരെ കൂടെ തന്നെ നിന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വിളമ്പുന്ന കാര്യത്തിലും ഞങ്ങൾ സ്വയം തീരുമാനിച്ചിട്ടാണ് യൂണിഫോമൊക്കെ എടുത്തിട്ട് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നടത്തിപ്പോരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ നടത്തും. അതിന് പെരുമാൻപുറപ്പ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. താങ്കളാണല്ലോ ഇവിടെ ഈ പെരുമൺപുര ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷ കമ്മിറ്റിയിൽ ഫുഡിൻ്റെ ചെയർമാൻ. എന്താണ് അങ്ങനെ ഒരു പ്രത്യേക ഫുഡിനൊരു കമ്മിറ്റി, ശുചീകരണത്തിനൊരു കമ്മിറ്റി, അതുപോലെ പല കമ്മിറ്റികളുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഫുഡ് കമ്മിറ്റീൻ്റെ രീതികൾ? ഏതൊക്കെ നേരമാണ്, ആർക്കൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഫുഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കമ്മിറ്റി ഒരു വിപുലമായുള്ള കമ്മിറ്റിയാണ്. എത്രയോ ആയിരക്കണക്കിന് പേർക്ക് ഇവിടെ ഭക്ഷണം ഈ ഉത്സവ സമയത്തും അല്ലാതെ വല്ല പ്രത്യേക സമയത്തുമെല്ലാം ഇവിടെ ഭക്ഷണം കൊടുക്കാറുള്ളതാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ മൃഷ്ടാന്ന ഭക്ഷണമാണ്, ചായയും പലഹാരം കൊടുക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇതേമാതിരി വിഭവങ്ങളുള്ള സദ്യയാണ്. മിക്ക ദിവസങ്ങളിലും പായസത്തോടുള്ള സദ്യയാണ് ഇവിടെ കൊടുക്കാറുള്ളത്. പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായ കൊടുക്കും. അതേമാതിരി രാത്രി ഇതേ രീതിയിലുള്ള ഭക്ഷണം ഇവിടെ കൊടുക്കാറുണ്ട്. അതിന് ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ വരാറുള്ളത്. അത് ഞങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ വളരെ വൃത്തിയിലും വ്യവസ്ഥയോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുള്ള ഊർജ്ജസ്വലരായ പ്രവർത്തകന്മാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അതേമാതിരി തന്നെ ഇവിടുത്തെ ശുചീകരണത്തിന് ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വരെ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നാണ്. അത്രയും വൃത്തിയും വിപുലവുമായ ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പെരുമ്പപ്പൻ്റെ കാര്യം കൊണ്ട് ഇതുവരെ വളരെ ഭംഗിയായിട്ട് നടത്തിപ്പോരുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. ദേവസ്വം ബോർഡിൻ്റെ ആൾ എന്ന ട്രസ്റ്റ് ബോർഡിലുള്ള ഒരാൾ എന്ന നിലയിൽ ഇവിടെ ക്ഷേത്രത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണങ്ങൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്, അത് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റും? ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലാണ്, നല്ല ഒരു കമ്മിറ്റിയാണ് നിലവിലുള്ളത്. നാട്ടുകാരെല്ലാവരുടെ സഹായ സഹകരണങ്ങളും എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാവാറുണ്ട്. ഇനിയും ഭാവിയിലും എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പെരുമ്പറപ്പൻ എല്ലാവരെയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്കൾ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ആണല്ലോ. അതെ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇന്നത്തെ രീതിയും അല്ലെങ്കിൽ ക്ഷേത്രം പഴക്കള കുറേ കാലങ്ങളായി അറിവുള്ള ഒരാൾ എന്ന നിലയിൽ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും നമുക്ക് ഈ നാടിന് ക്ഷേത്രം മുഖേന ഉണ്ടാകുന്ന അഭിവൃദ്ധി അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. ക്ഷേത്രത്തിൻ്റെ
പഴക്കം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് മാത്രം എത്രയോ തലമുറകൾ മുമ്പ് വരെ ഈ ക്ഷേത്രത്തിൽ പറയുന്നത് കേട്ടിട്ട് പഴക്കം വളരെയധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. പിന്നെ ആദ്യം ക്ഷേത്രം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. പിന്നെ കാലക്രമം കൊണ്ട് ജനങ്ങളുടെ സഹകരണം, ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് ക്ഷേത്രം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ട്രസ്റ്റി ബോർഡിൻ്റെ സഹകരണം, മാനേജർ സഹകരണം, ഇതൊക്കെ കൂടി കാരണം ഇന്ന് നമുക്ക് വലിയൊരു മഹാക്ഷേത്രമായിട്ട് മാറി. അത് 1915 മുതൽക്ക് നമ്മൾ ധ്വജസ്തംഭത്തോട് കൂടിയിട്ട് മഹാക്ഷേത്രമായി മാറി. ഇതൊക്കെ ജനങ്ങളൊരു സഹകരണത്തിൽ നിന്ന് വന്നൊരു കാര്യമാണ്. പിന്നെ ക്ഷേത്രം ജനങ്ങളെല്ലാവരെയും പരിപൂർണ സഹകരണമാണ് നമ്മളിവിടെ ഉത്സവം ജനങ്ങളാണ് നടത്തുന്ന ഉത്സവമാണ്. അതിന് ഞങ്ങളുടെ ട്രസ്റ്റിമാരും എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡും കൂടി പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ട് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു ഉത്സവമാണ്. കൊല്ലത്തുത്സവം മാത്രമല്ല, ക്ഷേത്രത്തിലെ ഇടയ്ക്ക് വിശേഷാൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾ പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ നടത്താറ്.